നമുക്കിടയിലുള്ള ആ മതിൽക്കെട്ട് അത്ര നിസ്സാരം പൊളിഞ്ഞു വീഴുന്നതല്ല. ചാരു, ചാരു ഒന്ന് നിന്നേ. എന്താ അങ്ങനെ പറഞ്ഞേ? എന്തുകൊണ്ടാ മതിൽ പൊളിച്ചു കളഞ്ഞുകൂടാ? അതങ്ങനെയാണല്ലോ വിവേക്. നമ്മൾ ഒന്നിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ അത്ര പെട്ടെന്നൊന്നും നടക്കാൻ പോകുന്നില്ല. അതെപ്പോ നടന്നാലും കുഴപ്പമില്ല. എന്തെങ്കിലും ഒന്നിച്ച് ജീവിക്കുമെന്ന് മാത്രം നമ്മൾ കരുതിയാ മതി. ആ മതിൽക്കെട്ട് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്കും അങ്ങനെ ചിന്തിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ തടസ്സമായിട്ട് നിൽക്കുന്നത് വേറെ ആരും അല്ലല്ലോ വിവേക്, നിന്റെ അമ്മയല്ലേ. അവരെ എതിർത്തുകൊണ്ട് നിനക്കൊന്നും ചെയ്യാനാവില്ല. അങ്ങനെ അവരെ എതിർക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയില്ല. എന്റെ പൊന്നു ചാരു, പ്ലീസ്. ഒരു ചെറിയ സന്തോഷം കിട്ടിയാൽ പോലും അത് പെട്ടെന്ന് തല്ലിക്കെടുത്തു. അതുകൊണ്ട് തന്നെ നിന്നെ പോലെ ഒരു മണ്ണാങ്കട്ടയ്ക്ക് എന്നെ പോലെ ഒരു ബുദ്ധിയുള്ളവനെ തന്നെ വേണം. അതായിരിക്കും നല്ലത്. മനസ്സിലായില്ലല്ലോ ബുദ്ധിമാനെ. അതെ ചാരു, എന്താ അത്? മുടിയിൽ അല്പം പൂ ചൂടിക്കൂടായിരുന്നോ? ഡാ ഇതങ്ങ് ചൂടിക്കും. ചാരു, ശ്രീലേ പ്രണയലോലേ തരള കമല നീല നയനേ രാധേ രാധേ നവവസന്ത നിശയിൽ മധുര രാഗവനിയിൽ പദലയമോടെ ശൃംഗാര പൂന്തിങ്കൾ അണയുകയോ ചാരേ പ്രിയ സഖിയാം രാധേ രാധേ തോം തോം തതകതോ ശ്രീലേ പ്രണയലോലേ തരള കമല നീല നയനേ രാധേ രാധേ. ഘരാവുകളിൽ അലസശീലുകളിൽ ആരോ പാടുന്നു. മണിമുരളി കൊണ്ടു കടൽ തീർത്ത മേഘമൊരു സ്വപ്നം കാണുന്നു. വഴിയിൽ വീഴുമിരുൾ വല തടഞ്ഞു മൃദുപാദം നോവാതെ ഒരു മഴ നിലാവു വരും അതിനു മാറിലിടമേകാൻ ഞാനില്ലേ വിരഹമോഹലതികേ. നിന്റെ മുടിയിൽ ഞാൻ ഈ ചൂടി തന്ന പൂ പോലെ നാളെ ഞാൻ ഈ കഴുത്തിലൊരു താലി ചാർത്തും. നീ വേണമെങ്കിൽ കണ്ടോ. സഗമനി ദദദ ഗഗഗ ഗദദനി നിരിരി മാഗ സാജണുഗതി തതി തതി തോം തോം തതഗ തോം തോം തതഗ തദര. എന്താ മിഥുനേട്ടാ? നീ വന്നോ? ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു മേഘനെ. മിഥുനേട്ടൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാന്ന് പോലും എനിക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു ഭാഗത്ത് നീ നിന്റെ ജീവിതം നോക്കി ഇറങ്ങിപ്പോയി, മറുഭാഗത്ത് മഞ്ജരിയുമായി എന്റെ മറ്റൊരു വിവാഹത്തിന് ഞാനും തയ്യാറായി കഴിഞ്ഞു.
പ്രിയമതെ, മുഹൂർത്തത്തിന് സമയമായെന്ന് പറഞ്ഞ് തിരുമേനി അവിടെ കിടന്ന് തിടുക്കം കൂട്ടുന്നുണ്ടോ? ഇപ്പൊ തിടുക്കം കൂട്ടേണ്ടത് തിരുമേനിയല്ല, നമ്മളാ. പ്രിയമതാനി പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ. മേഘനയുടെ നിശബ്ദതയ്ക്കും റിലാക്സേഷനും പുറകിൽ ഒരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? അവിടെ മിഥുന്റെ മനസ്സ് മാറ്റി വീണ്ടും മേഘനയും മിഥുനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ നമ്മൾ അറിയാതെ വലിയ പ്ലാനിങ്ങാ എല്ലാരും കൂടെ നടത്തുന്നത്. എന്ത് പ്ലാനിങ് ആന്റി? ഞാൻ കേട്ടത് എന്താണെന്ന് അറിയോ? വല്യേട്ടനൊരു മനംമാറ്റം ഉണ്ടാവാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ കള്ളക്കല്യാണം സെറ്റ് ചെയ്തെടുത്തത്. അത് വല്യേട്ടനിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഈ നാടകത്തിന് തിരശ്ശീല ഇടാന്നാ തോന്നുന്നേ. ഏട്ടത്തിയമ്മ മറ്റൊരാളുടേതാവാൻ പോവാന്ന് തിരിച്ചറിഞ്ഞപ്പോഴേ വല്യേട്ടൻ അവിടെ കിടന്ന് പെട്ടഞ്ഞ് മരിക്കാറായി. തകർന്നടിയാൻ പോവാന്ന് കരുതി ഏട്ടത്തിയുടെ ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റിയൊരു അവസരം കിട്ടിയിരിക്കുന്നേ. ഏട്ടത്തിയമ്മയായിട്ട് ഈ അവസരം പാഴാക്കി കളയരുത്. അത് ശരി, മേഘനയുടെ ഈ കല്യാണം നാടകമാണെന്നോ? അതെയല്ലോ, അവര് വിചാരിച്ചതുപോലെ മിഥുന് മനമാറ്റം ഉണ്ടായി കഴിഞ്ഞു. ഇപ്പൊ അവന്റെ മനസ്സ് മേഘനയാണ് ആഗ്രഹിക്കുന്നത്. അവനിപ്പോ പഴയ ഭാര്യയായിട്ട് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാൻ വിളിച്ചിരിക്കുക അവളെ. മേഘന ഇപ്പൊ മിഥുന്റെ അടുത്ത് തന്നെയുണ്ട്. ഇത്രയും കാലം ഞാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് മിഥുനെ കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഒടുവിൽ അത് കൈവിട്ടു പോകാൻ ഞാൻ അനുവദിക്കില്ല. പണ്ടൊരിക്കൽ ഇതുപോലെ ഒരു പെണ്ണും ചെയ്യാത്ത ത്യാഗം കാണിച്ച് മേഘനയെ കണ്ടെത്തിയപ്പോ മിഥുനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതം മൂളിയതാ. അത് കഴിഞ്ഞപ്പോ അവര് തമ്മിലങ്ങ് അടുക്കുകയും ചെയ്തു. എന്നിൽ നിന്ന് അകലം പാലിച്ചിട്ട് മിഥുൻ ഇനിയും അത് തുടരാനാണെങ്കി അതിന് ഞാൻ അനുവദിക്കുമെന്ന് കരുതണ്ട. ഇതിനുള്ള ഉത്തരം ആരോട് ചോദിക്കണോന്നുള്ളത് എനിക്കറിയാം. മഞ്ജരി, പ്രിയമതേ, മഞ്ജരി ചാടി തുള്ളി എങ്ങോട്ടേ ഈ പോകുന്നേ? അവൾ ഉറപ്പായിട്ട് മരുണിമേച്ചയുടെ അടുത്തോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ആദ്യം മേഘനയും മിഥുനും എന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാം. നീ വന്നേ. രണ്ടുപേരും രണ്ടു വഴിക്കായി കഴിഞ്ഞു. ഒരിക്കലും എടുക്കാൻ പറ്റാത്ത പോലെ അകന്നു. ഈ അവസാന സമയത്ത് എന്റെ മനസ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കലങ്ങി മറിയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേണ്ടെന്ന് തീരുമാനിച്ചിട്ട് തന്നെ നിനക്ക് ഡിവോഴ്സ് തന്നത്. നീ എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷമാ ഞാൻ മഞ്ജരിയെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചത്. എന്നിട്ടും എന്തുകൊണ്ടാണ് എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയും കൺഫ്യൂസ്ഡ് ആകുകയും ചെയ്യുന്നത്? ഇതിലിപ്പോ കൺഫ്യൂഷൻ എന്താ ഉള്ളത് മിഥുനേട്ടാ? മിഥുനേട്ടൻ ആഗ്രഹിച്ചു തന്നെയല്ലേ എന്നിൽ നിന്ന് അകന്നു പോയത്. ഇപ്പൊ ഇഷ്ടപ്പെട്ട പെണ്ണായ മഞ്ജരിയെ കല്യാണം കഴിക്കാനും തീരുമാനിച്ചു. എല്ലാത്തിനും ഇത്രയും ക്ലാരിറ്റി ഉള്ളപ്പോ പിന്നെ എന്തോർത്താ കൺഫ്യൂഷൻ ആവുന്നേ? കൺഫ്യൂഷൻ എന്തിനാണെന്നോ? നീ ഒരു കാലത്തുണ്ടല്ലോ മിഥുനേട്ടാ മിഥുനേട്ടാ എന്ന് പറഞ്ഞ എന്റെ പുറകെ നടന്നവളാ. മിഥുനേട്ടന്റെ സന്തോഷം മാത്രം ആഗ്രഹിച്ച് ജീവിച്ചിരുന്നവള്. മിഥുനേട്ടൻ കൂടെയില്ലെങ്കിൽ മരിക്കുന്നു വരെ പറഞ്ഞവളാ നീ. എന്നിട്ടിപ്പോ എത്ര പെട്ടെന്ന് മേഘന നീ മാറിയത്. തുണി മാറ്റുന്ന ലാഘവത്തോടെയല്ലേ നീ മനസ്സ് മാറ്റിയത്. ഒരു കൂസലില്ലാതെ പുതിയ ഭർത്താവിനെയും തേടിപ്പോയി. വളരെ നന്നായിട്ടുണ്ട്. എന്റെ മനസ്സിലെ കൺഫ്യൂഷൻ എന്താണെന്നോ? പണ്ടുണ്ടായിരുന്ന മേഘനയാണോ അതോ ഇപ്പൊ ഞാൻ കാണുന്ന ഈ മേഘനയാണോ സത്യം എന്നുള്ളതാ? മേഘന ഒരിക്കലും മാറിയിട്ടില്ല മിഥുനേട്ടാ. പക്ഷേ മേഘന എന്താണെന്ന് മിഥുനേട്ടന്റെ മനസ്സാണ് മനസ്സിലാക്കാത്തത്. ശരി, എന്നാ അകത്തേക്ക് പൊക്കോളൂ. ആന്റി,
ബന്ധുക്കളെ റിസീവ് ചെയ്യാണല്ലേ? അതെ, അതിനെന്താ മഞ്ജരി. മരുമോളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അങ്കിൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. എന്റെ മോന്റെ ഭാവിക്ക് വേണ്ടി, എന്റെ മരുമകളായി വരാൻ പോകുന്ന നിനക്ക് വേണ്ടി ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട മഞ്ജരി. അതൊക്കെ എന്തിനാ ആന്റി? നടക്കാത്ത കല്യാണത്തിന്റെ പേരിൽ എന്തിനാ ഇങ്ങനെ ആന്റി നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടുന്നേ? കല്യാണം നടക്കില്ലെന്നോ? നീ എന്താ മഞ്ജരി പറയുന്നത്? സത്യം തന്നെ പറയുന്നേ. മിഥുനും മേഘനയും വീണ്ടും ഒന്നിക്കാൻ തീരുമാനിച്ചു. പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള ആവേശത്തിൽ അവരിപ്പോ. അങ്ങനെ ഒരു തീരുമാനമുള്ളപ്പോ മിഥുൻ എന്തിന് എന്നെ കല്യാണം കഴിക്കണം? ആ മേഘനയുടെ കഴുത്തിൽ സഞ്ജയ് എങ്ങനെ താലി കെട്ടുന്നത്? നിനക്ക് എന്തിന്റെ കേടാ മഞ്ജരി നീ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്ന പോലുമില്ല. ആന്റി മോനോടൊന്ന് സംസാരിച്ചു നോക്ക്, അപ്പൊ കൺഫ്യൂഷൻ ഒക്കെ മാറിക്കോളും. അവിടെ മേഘനയും മിഥുനും ഒന്നിച്ചിരുന്ന് ഭാവി ചർച്ച ചെയ്തോണ്ടിരിക്കുക. കൊന്നുകളഞ്ഞ കുഞ്ഞിനെ തിരിച്ചു കെട്ടില്ല. ഇനിയെങ്കിലും ഒരു മോനോ മോളോ ജനിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് പേരിടണം എന്നുള്ള ഡിസ്കഷനിൽ അവർ രണ്ടുപേരും ഇപ്പോ. എന്റെ ഒരു ഗതികേട് നോക്കണേ. കോലവും കെട്ടി വെറുതെ നിൽക്കുക ഞാൻ. മിഥുനെ കല്യാണം കഴിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം എന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നിൽക്കും. മിഥുനോടൊപ്പം എന്റെ ജീവിതം വിധിച്ചിട്ടില്ലെന്നാ തോന്നുന്നത് ആന്റി. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. എന്തവിടെ നടക്കുന്നെന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. നീ സമാധാനം. നിന്റെ ശരിക്കുള്ള സ്വഭാവം ഇപ്പോഴാണ് ഈ സത്യത്തിൽ ഞാൻ മനസ്സിലാക്കി വരുന്നേ. പൂന്തിനെ പോലെയാ നിഷ്പ്രയാസം നീ നിറം മാറ്റി തുടങ്ങിയിരിക്കുന്നേ. ഇത് മനസ്സിലാക്കാതെ നിന്നെ വിശ്വസിച്ചതാ തെറ്റ്. നിറം മാറ്റാൻ അറിയാമായിരുന്നെങ്കിൽ മിഥുനേട്ടന് വേണ്ടി ഞാൻ ഇത്രയേറെ കാര്യങ്ങൾ ഒന്നും സഹിക്കുന്നു. വേണ്ട മേഘനെ. ഇനി ഇത്തരം തേൻ പുരട്ടിയ വാക്കുകൾ പറഞ്ഞ് എന്നെ ചതിക്കാൻ നോക്കണ്ട നീ. അത് കേട്ടോ ആതിരെ, ഞാൻ എന്തോ കരുതി. മിഥുന് മനമാറ്റം ഉണ്ടായിട്ടില്ല. അവൻ നേരായ വഴിക്കന്നെയാ. ആതിരെ, ഇനി നമുക്ക് സമാധാനായിട്ടിരിക്കാം. നീ വാ. ഇനി നീ എന്നോട് ഒരക്ഷരം പോലും പറയണമെന്നുമില്ല. നീ മുഖം മൂടി ധരിച്ചൊരു ചെന്നായ. നിന്റെ സ്നേഹം വെറും പ്രകടനമായിരുന്നു. എന്റെ ജീവിതത്തിൽ നീ നടത്തിയതൊരു നാടകമായിരുന്നു. എത്ര വൈകിയാണ് ഞാൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയത്. അതിനും എന്നെ പറഞ്ഞാൽ മതി. ഒരു കാലത്ത് എന്നീ നകന്നു പോകാൻ നീയാണ് വിവാഹമോചനം ആവശ്യപ്പെട്ടത്. അതിന്റെ പേരും പറഞ്ഞ് കോടതിയിലും കയറി. എന്നിട്ടൊടുവിൽ എന്റെ കുഞ്ഞിനെ വരെ നീ അതിനു വേണ്ടി കൊന്നു കളഞ്ഞവളാ. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായതാ പണ്ടത്തെ മേഘനയ്ക്കും ഈ മേഘനയ്ക്കും തമ്മിൽ എന്താ വ്യത്യാസമെന്ന്. നിന്നെ ഓർത്ത് ഞാൻ ഇത്രയും വേദനിക്കുന്നെന്ന് കരുതി, നിന്നെ ഓർത്ത് ഞാൻ ഇത്രയും പെടയുന്നെന്ന് കരുതി, നിന്നോട് ഇപ്പോഴും എനിക്ക് നല്ല അഭിപ്രായം ഉണ്ടെന്ന് മാത്രം കരുതണ്ട. വീണ്ടും നിന്നെ എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനോ വീണ്ടും നിന്നോടൊന്നിച്ച് ജീവിക്കണമെന്നുള്ള ചിന്തയോ എന്റെ മനസ്സിൽ അശേഷം ഇല്ലാന്നോർത്തോണം. ഇനി അതുണ്ടാവുകയില്ല. എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ അതേ നിമിഷം തന്നെ നിന്നോടുണ്ടായിരുന്ന നല്ല അഭിപ്രായങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞു. ഇപ്പൊ വെറുപ്പ് മാത്രമേ ബാക്കിയുള്ളൂ.
നിമിഷ നേരങ്ങൾക്കുള്ളിൽ നിന്റെ തീരുമാനങ്ങളെ മാറ്റിക്കൊണ്ട് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ നീ സന്നദ്ധയായ സമയം തൊട്ട് ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ഫീലിങ്സ് പോലും മാറിപ്പോയി. ഞാൻ അവസാനമായിട്ട് പറയാ, നിന്റെ കഴുത്തിൽ താലി കയറുന്ന അടുത്ത ക്ഷണം തന്നെ എന്റെ കൺവട്ടത്ത് നിന്ന് മാറിപ്പോയിക്കോണം. ഇനി ഒരിക്കലും എന്റെ കൺമുമ്പിൽ നീ വന്ന് നിന്നേക്കരുത്. നിന്റെ മുഖം ഒന്ന് കാണാനോ നിന്നോട് സംസാരിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹൃദയം നുറുങ്ങുന്ന വേദന ഇപ്പോഴാണ് ഞാൻ അനുഭവിക്കുന്നേ. ഇറങ്ങിപ്പോകും മുമ്പ് നല്ലൊരു സമ്മാനം നീ എനിക്ക് തന്നിട്ട് പോകുന്നേ. ഗുഡ് ബൈ.